അള്ളാഹുവിന്റെ ഹുദയിലേക്ക് തിരിച്ചു വരിക. കേരളം ഏറ്റവും നല്ല സ്റ്റോറി പറയുന്ന മണ്ണാണ്. എല്ലാ അർത്ഥത്തിലും നന്മയുടെ, സാഹോദര്യത്തിന്റെ, മതനിരപേക്ഷതയുടെ റിയൽ സ്റ്റോറി പറയുന്ന മണ്ണാണ് ഈ മലയാളത്തിന്റെ മണ്ണ്. ഒന്ന് ട്രെയിനിൽ യാത്ര ചെയ്യൂ നിങ്ങൾ, ഒന്ന് ബസ്സിൽ യാത്ര ചെയ്യൂ നിങ്ങൾ. ബസ്സിൽ തളർന്ന് കിടക്കുന്ന, തൊപ്പി അണിഞ്ഞ ഒരു മകനെ തന്റെ മടിയിലേക്ക് ചേർത്തു വെക്കുന്ന, കുങ്കുമം ചാർത്തിയ, ചന്ദനക്കുറി ചാർത്തിയ അമ്മയെ നമുക്ക് കണ്ണുകൊണ്ട് കാണാം. അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റു ചില ചിത്രങ്ങൾ, തൻ്റെ നെറ്റിയിൽ കുങ്കുമവും ചന്ദനക്കുറിയും ചാർത്തിയ മകനെ, മകളെ പർദ്ദയിട്ട ഉമ്മ തൻ്റെ മടിയിലേക്ക് ചേർത്തു വെക്കുന്ന രംഗങ്ങളും നമുക്ക് കാണാം. ഇത്തരം കാഴ്ചകൾ ഈ മണ്ണിലല്ലാതെ വേറെവിടെയാണ് കാണാൻ കഴിയുക? ഈ മണ്ണിനെ സാമുദായിക സംഘർഷങ്ങളുടെ, വർഗീയ വിളഭൂമിയാക്കുവാനുള്ള തൽപര കക്ഷികളുടെ കുതന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ വേരോടെ പിഴുതെറിഞ്ഞ് മലയാള മണ്ണിന്റെ സാഹോദര്യത്തെയും, മലയാള മണ്ണിന്റെ സൗഹൃദത്തെയും, മലയാള മണ്ണിന്റെ മതനിരപേക്ഷ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം. ഈദ് അതിനുള്ള ദിവസമാണ്. ഹൃദയം തുറന്ന് ചേർത്ത് പിടിക്കേണ്ട സമയമാണ്. പകയും വിദ്വേഷവും മാറ്റിവെച്ച് നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട നിമിഷങ്ങളാണ്. എങ്ങിട്ടാണ് ഈ പോണത്? ഈ പകയും വിദ്വേഷവും ഏതുവരെ കൊണ്ടുപോകും? ഖബറിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ദുരന്തമായിരിക്കും അവിടെ ഫലം. പരലോകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? മഹാദുരന്തമായിരിക്കും അവിടെ. അതുകൊണ്ട് ഇവിടെ തീർക്കണമത്, ഈ നിമിഷം തീർക്കണമത്. ഈദിന്റെ ദിനത്തിൽ തീർക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാ പിന്നെ ഒരു മാസം നോമ്പെടുത്തത്? എന്തിനാണ് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത്? നിർത്തിക്കൂടെ ഈ നോമ്പ് നോക്കുന്ന പരിപാടി? നിർത്തിക്കൂടെ ഈ പെരുന്നാൾ ആഘോഷിക്കുന്ന പരിപാടി? ഇല്ല. ഹൃദയങ്ങളോട് ഹൃദയം ചേർത്തു വെക്കാൻ ഇനിയും നമുക്ക് അവസരം അല്ലാഹു തന്നു വളരണമെന്നില്ല. ഒരു സെക്കൻഡിൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ ജീവിതമെന്ന് ഓരോരുത്തരും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് നല്ലതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇലക്ഷൻ വരികയാണ്. ആര് ജയിക്കും, ആര് തോക്കും എന്ന വിഷയങ്ങളെല്ലാം നടക്കുമ്പോൾ ഈ മണ്ണിൽ ജയിക്കേണ്ടത് ആരാകണം? ഇന്ത്യയുടെ ഭരണഘടനയെ മുറുകെ പിടിക്കുന്ന, അതിനെ മാനിക്കുന്ന, അതിനെ ആദരിക്കുന്ന, ഇന്ത്യ മഹാരാജ്യത്തിന്റെ മതനിരപേക്ഷ ചരിത്രത്തെ ഊട്ടിയുറപ്പിക്കുന്ന, വർഗീയതയുടെയും സാമുദായിക സംഘർഷങ്ങളുടെയും വേരുകൾ പിഴുതെറിഞ്ഞ് നമ്മളൊന്നാണ്, നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ്, നമ്മൾ ഭാരതീയരാണ്, ഏകോദര സഹോദരങ്ങളാണ് എന്ന ആശയത്തെയും ആദർശത്തെയും മുറുകെ പിടിക്കുന്നവരേക്കാകണം നമ്മുടെ വോട്ട്. കാരണം ഇത് ഭരണഘടനയുടെ നിലനിൽപ്പാണ്, രാഷ്ട്രത്തിന്റെ നിലനിൽപ്പാണ്, സമുദായത്തിന്റെ, സമൂഹത്തിന്റെ, സ്നേഹത്തിന്റെ, ബന്ധങ്ങളുടെ നിലനിൽപ്പാണ്. നമ്മുടെ മക്കൾക്ക് ഈ മണ്ണിൽ നിർഭയരായി മണ്ണിൽ തത്തിക്കളിച്ച് നടക്കണമെങ്കിൽ ഭരണഘടന നിലനിന്നേ മതിയാവൂ, ഈ ഐക്യം നിലനിന്നേ മതിയാവൂ. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖും ജൈനനും ബൗദ്ധനും പാഴ്സിയും എന്നും തുടങ്ങി തോളോട് തോൾ ചേർന്ന് നിന്നേ മതിയാവൂ. ആദർശ വിയോജിപ്പുകൾ ഉണ്ടാവാം, കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം, പക്ഷേ അത് പരസ്പരം വാളെടുക്കാൻ നിമിത്തമാകരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സട്ടാവും സംരക്ഷകനുമായ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ നിയമാനുശാസനകൾ സാധ്യമാംവിധം ജീവിതത്തിൽ പകർത്താൻ ബോധപൂർവം പരിശ്രമിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമെന്നോണം അനുഗ്രഹീതമായ ഈദുൽ ഫിത്തറിൻ്റെ സുദിനത്തിലാണ് നമ്മൾ ഓരോരുത്തരും. ഈ ദിവസം സന്തോഷിക്കാനുള്ളതാണ്, ആഘോഷിക്കാനുള്ളതാണ്. ഹൃദയം തുറന്ന് അള്ളാഹുവിന് ശുക്ർ രേഖപ്പെടുത്തേണ്ട നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. റമദാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞ സങ്കടവും പ്രയാസവും നമുക്കുണ്ട്. അതേസമയം അനുഗ്രഹീതമായ സന്തോഷത്തിൻ്റെ സുദിനം കടന്നു വന്നതിൻ്റെ സന്തോഷ സൗഭാഗ്യത്തിലൂടെയും കൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ആയുസ്സിൽ ഒരു റമദാനിൽ കൂടി ജീവിക്കാനുള്ള അവസരം തന്ന നാഥന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആയുസ്സിൽ ഒരു ചെറിയ പെരുന്നാൾ കൂടെ, ഒരു ഈദുൽ ഫിത്തർ കൂടെ ആസ്വദിക്കുവാൻ, സന്തോഷിക്കുവാനുള്ള അവസരം നൽകിയ റബ്ബിന് ഹൃദയം തുറന്ന് തഹ്മീദുകൾ രേഖപ്പെടുത്തേണ്ട, അവനെ വാഴ്ത്തേണ്ട, തക്ബീറുകൾ രേഖപ്പെടുത്തേണ്ട നിമിഷങ്ങളിലൂടെ യഥാർത്ഥത്തിൽ നമ്മൾ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ആഹ്ലാദത്തിൻ്റെയും ആത്മസംതൃപ്തിയുടെയും നിമിഷങ്ങളാണ് യഥാർത്ഥത്തിൽ ഈദുൽ ഫിത്തറിൻ്റേത്. ഈദ് ആഘോഷിക്കാനുള്ളതാണ്, സന്തോഷിക്കാനുള്ളതാണ്. പക്ഷെ നമ്മുടെ സന്തോഷവും നമ്മുടെ ആഘോഷവും ഇസ്ലാമിക സംസ്കാരത്തിനും ഇസ്ലാമിക തനിമക്കും ഉതകുന്ന തലങ്ങളിൽ ഇസ്സത്തുള്ളതാകണം. ഇസ്ലാമിക സംസ്കാരത്തിന് കോട്ടം സൃഷ്ടിക്കുന്ന തലങ്ങളിലേക്ക് നമ്മുടെ ആഘോഷങ്ങൾ പോയി പോകരുത്. കൂവിമറിയലും തലകുത്തിമറിയലും പടക്കം പൊട്ടിക്കലും അർമാദിക്കലും ആകരുത് നമ്മുടെ ആഘോഷം.
നമ്മുടെ ആഘോഷം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന തക്ബീറിന്റെ വല്ലാത്ത പ്രഖ്യാപനത്താൽ ഹൃദയ വിശുദ്ധിയോടുകൂടെയാണ് ഈ സുദിനത്തെ നമ്മൾ ആഘോഷിക്കേണ്ടതും സന്തോഷിക്കേണ്ടതും. പ്രിയപ്പെട്ടവരെ, അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനത്തിലൂടെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്. അതെ, കഴിഞ്ഞ റമളാനിലൂടെ നമ്മൾ നേടിയെടുത്ത തഖ്വയും ഈമാനികമായ ചൈതന്യവും കരുത്തും നിലനിർത്തുന്നതോടൊപ്പം ആ കരുത്ത് നിലനിർത്തുവാൻ ഞാൻ ഒരുക്കമാണ് എന്നതിൻ്റെ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനത്തിലൂടെ. അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനത്തിലൂടെ നേടിയെടുത്ത തഖ്വയും ഈമാനികമായ ചൈതന്യവും നിലനിർത്താൻ നമുക്ക് സഹായകമാവുക വിശുദ്ധ ഖുർആനിനെ നമ്മൾ ഹുദയായി സ്വീകരിക്കുമ്പോഴാണ്. വിശുദ്ധ ഖുർആനിനെ നമ്മൾ വഴിയും വെളിച്ചവും മാർഗവും മാർഗദർശനവുമായി സ്വീകരിക്കുമ്പോഴാണ്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. ഇദാ അല്ലാഹുവിന്റെ ഗ്രന്ഥം ശരിയായ ചൊവ്വായ വഴിയിലേക്ക് വഴിയും വെളിച്ചവും മാർഗവും മാർഗദർശനവും നൽകുന്ന അല്ലാഹുവിന്റെ വേദപ്രമാണം ഇതാ എന്നാണ് അല്ലാഹുവിന്റെ പ്രഖ്യാപനം. വിശ്വസിക്കുന്ന സൽക്രമകാരികൾക്ക് ലഭിക്കാനിരിക്കുന്ന ഉന്നതമായ പ്രതിഫലത്തെക്കുറിച്ച് സന്തോഷവർത്തമാനം അറിയിക്കുകയാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ വേദഗ്രന്ഥം. അതുകൊണ്ട് ഖുർആനിനെ ഹുദയായി സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൻ്റെ A to Z തലങ്ങളിൽ അല്ലാഹു അക്ബർ എന്നുള്ള പ്രഖ്യാപനത്തിലൂടെ വിശുദ്ധ ഖുർആനിനെ ഹുദയായി, ആ ഖുർആനിൻ്റെ വിശദീകരണമായ പ്രവാചക ജീവിതത്തെ വഴിയും വെളിച്ചവുമായി കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ വൈയക്തിക, കുടുംബ, ദാമ്പത്യ, സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ മേഖലകളിലും അതുണ്ടാകണം എന്ന് ചുരുക്കം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ശ്രദ്ധേയമായ തൗഹീദി പ്രഖ്യാപനവും അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീർ ധ്വനിയിലുണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അവിടെ തക്ബീറുണ്ട്, തഹ്ലീലുണ്ട്, തഹ്മീദുണ്ട്. അല്ലാഹുവിന് ഹൃദയം തുറന്ന് വാഴ്ത്തേണ്ട, അള്ളാഹുവിനെ ഹൃദയം തുറന്ന് അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തേണ്ട, അവൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കേണ്ട, അവന് സ്തുതികീർത്തനങ്ങൾ നിർവഹിക്കേണ്ട ഹൃദയത്തിൻ്റെ നാവിൻ്റെ ഉടമകളായി അവസാന ശ്വാസം നിലക്കൊള്ളും വരെ, അവസാന ശ്വാസം തീരും വരെ നിലക്കൊള്ളാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ എന്നുള്ള പ്രഖ്യാപനത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ റബ്ബിനെയല്ലാതെ ഒരു ശക്തിയെയും വിളിച്ചു തേടില്ല എന്ന തൗഹീദിൻ്റെ കറകളഞ്ഞ വിശുദ്ധമായ എല്ലാ അർത്ഥത്തിലും ഇസ്സത്തുള്ള തൗഹീദിന്റെ വക്താവാണ് ഞാൻ എന്നുള്ള പ്രഖ്യാപനമാണ് അല്ലാഹു അക്ബർ. എൻ്റെ വിശ്വാസത്തിൽ ഷിർക്കിന്റെ സ്പർശം ഉണ്ടാകില്ല, എൻ്റെ അഖീദയിൽ കുഫറിന്റെ സ്പർശം ഉണ്ടാവില്ല. ഷിർക്കില്ലാത്ത, കുഫറില്ലാത്ത, തനിമയുള്ള, തൗഹീദുള്ള, ഇസ്സത്തുള്ളവനായി ഞാൻ നിലകൊള്ളും നാഥ എന്ന പ്രഖ്യാപനമാണ് അല്ലാഹു അക്ബർ എന്നുള്ള പ്രഖ്യാപനം. അങ്ങനെയെങ്കിൽ അവന് പടച്ച റബ്ബിനെ അല്ലാതെ ഒരു മഖ്ലൂക്കിനെയും പേടിക്കില്ല. എത്ര വലിയ സാമ്രാജ്യത്വ ശക്തികളും കുത്തകകളും ഉണ്ടെങ്കിലും ശരി, അവരുടെ മുന്നിൽ ഇസ്സത്ത് ഉയർത്തി, തലയുയർത്തി, നെഞ്ചുവിരിച്ച് ഈമാനികമായ കരുത്തോടെ നിലകൊള്ളാൻ വിശ്വാസികൾക്ക് കഴിയുമെന്ന് ചുരുക്കം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഫിർഔനിന്റെ മുന്നിൽ നിന്നതുപോലെ, അബൂജഹലിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ നിന്നതുപോലെ, ഹാമാനിന്റെ മുന്നിൽ അതെ ഹാറൂൻ നബി നിന്നതുപോലെ ലോക സാമ്രാജ്യത്വ ചരിത്രത്തിലെ എല്ലാ ഘട്ടങ്ങളിലും ഈമാനികമായ കരുത്തുള്ളവർ, അതെ ഈമാനികമായ ഉണർവോടെ ജ്വലിച്ചു നിന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അതിന് ദിക്റുള്ളയാൽ നമ്മുടെ ഹൃദയം സജീവമാകണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്, ദിക്റുള്ളയാണ് നമ്മുടെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും നൽകുക. കപടാത്മീയ കേന്ദ്രങ്ങൾ പെരുകുന്ന ഈ കാലത്ത്, സമാധാനം തേടി ഇന്നിന്റെ ലോകം അലയുന്ന ഈ കാലത്ത്, ഇതാണ് ഖുർആനിന് നൽകാനുള്ള പരിഹാരം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്റുള്ളയിലൂടെയാണ് ആത്യന്തികമായ സ്വസ്ഥതയും ശാന്തിയും സമാധാനവും സാധ്യമാവുക എന്ന അടിവരയിടുകയാണ് അല്ലാഹുവിന്റെ വർത്തമാനം, അല്ലാഹുവിന്റെ ഗ്രന്ഥം. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ നമ്മൾ മുറുകെ പിടിക്കുക. അല്ലാഹു അക്ബർ എന്നുള്ള പ്രഖ്യാപനത്തിലൂടെ വിശുദ്ധ ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യാൻ നമ്മൾ ഒരുക്കമാകണം. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഖുർആൻ മുറുകെ പിടിച്ചുള്ള വലിയ യുദ്ധം, വലിയ ജിഹാദ് എന്നാണ് പറഞ്ഞത്. ഈ ജിഹാദ് കൊണ്ടുള്ള വിവക്ഷ എന്താണ്? ഇവിടെ ഉദ്ദേശിക്കുന്ന ധർമ്മസമരം എന്താണ്? ഖുർആൻ കൊണ്ട് ആളുകളുടെ തലക്കടിക്കലല്ല, ഖുർആൻ കൊണ്ട് ആളുകളെ എറിയലല്ല, ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്ത് വികല വികൃതാശയങ്ങളിൽ
കാര്യങ്ങളിലേക്ക് പോവുകയല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ചുകൊണ്ടുള്ള സത്യമത പ്രബോധനമാണ്, ആദർശ പ്രബോധനമാണ്. ആ രംഗത്ത് തളരാതെ പതറാതെ ജ്വലിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. ആദർശ പ്രബോധന വീതി മുൾ നിറഞ്ഞതായിരിക്കും, പ്രയാസങ്ങൾ നിറഞ്ഞതായിരിക്കും, പ്രതിസന്ധികൾ ഉള്ളതായിരിക്കും. പക്ഷെ ആ പ്രതിസന്ധികളിൽ, ആ പ്രയാസങ്ങളിൽ, ആ തടസ്സങ്ങളിൽ തളരാതെ തകരാതെ പതറാതെ പിടിച്ചു നിൽക്കാൻ ഈ തക്ബീർ ധ്വനികൾ നമുക്ക് പ്രചോദനമാകേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ എന്നുള്ള പ്രഖ്യാപനത്തിലൂടെ വിശുദ്ധ ഖുർആനിനെ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. ഖുർആനിനെ വിമർശിച്ച ആളുകൾ, ഖുർആനിനെ ഇകഴ്ത്തിയ ആളുകൾ, ഖുർആനെതിരെ ആക്ഷേപ വർത്തമാനങ്ങൾ പറഞ്ഞ ആളുകൾ ഒടുവിൽ വിശുദ്ധ ഖുർആനിന്റെ ദൈവീകതയ്ക്ക് മുന്നിൽ നമ്രശിരസ്കരാവുകയും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്നത് ചരിത്രത്തിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇരുട്ടിന്റെ ശക്തികൾക്ക് ഈ മാറ്റം സഹിച്ചു കൊള്ളണമെന്നില്ല, ഈ മാറ്റം ദഹിച്ചു കൊള്ളണമെന്നില്ല, ഈ മാറ്റം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. അവരുടെ രസക്കേടാണ്, അവരുടെ ദഹനക്കേടാണ്, അവരുടെ സഹികേടാണ് വിശുദ്ധ ഖുർആനിനെ തെരുവിൽ കത്തിക്കാൻ ഇവർക്ക് പ്രേരണ നൽകുന്നത്, വിശുദ്ധ ഖുർആനിനെ സമൂഹ മധ്യത്തിൽ ഇകഴ്ത്താൻ ഇവർക്ക് പ്രേരണ നൽകുന്നത്. വിശുദ്ധ ഖുർആൻ നിരോധിക്കണമെന്ന വാദവുമായി 985 കൽക്കട്ട ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ ഇവർക്ക് പ്രചോദകമാകുന്നത്. എന്നാൽ കൽക്കട്ട ഹൈക്കോടതിയുടെ വിധി എന്താണ്? വിശുദ്ധ ഖുർആൻ തീവ്രവാദത്തിനും ഭീകരതക്കും പ്രചോദനം നൽകുന്ന ഗ്രന്ഥമല്ല. വിശുദ്ധ ഖുർആൻ ഈ ലോകത്തെ നല്ലൊരു ശതമാനം വരുന്ന വലിയൊരു മതസമൂഹം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ദൈവിക പ്രമാണമാണ്. ഖുർആൻ അൽ ഫുർഖാനാണ്, അൽ ഫുർഖാനാണ്. ഇത് കോടതിയുടെ, ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി പ്രസ്താവ്യമാണ്. അൽ ഫുർഖാനാണ് ഖുർആൻ. സത്യാസത്യ വിവേചന ഗ്രന്ഥമാണ് ഖുർആൻ. ഈ സത്യാസത്യ വിവേചന ഗ്രന്ഥമായ ഖുർആനിനെ സമൂഹ മധ്യത്തിൽ ഇകഴ്ത്തുവാനുള്ള ഇത്തരം ശ്രമങ്ങൾ നടത്തിയ ആളുകൾക്ക് പിഴയും തടവുമുണ്ട് എന്ന് വിധിച്ചത് ബഹുമാനപ്പെട്ട കൽക്കട്ട ഹൈക്കോടതിയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഗ്രന്ഥം ഭീകരതക്ക് ആഹ്വാനം നൽകുന്നതല്ല, തീവ്രതക്ക് ആഹ്വാനം നൽകുന്നതല്ല, മറിച്ച് സമാധാനത്തിന്റെ വഴിയിലേക്ക് വഴി നടത്തുന്ന, സ്വർഗത്തിലേക്ക് വഴി കാണിക്കുന്ന പടച്ചറബിന്റെ വേദഗ്രന്ഥമാണ്. ആ വേദഗ്രന്ഥം മുന്നോട്ട് വെക്കുന്ന മഹിതമായ സമർപ്പണത്തിന്റെ ആശയത്തെ, ഇസ്ലാമിനെ, സമാധാനത്തിന്റെ മതത്തെ, ദർശനത്തെ, ആശയത്തെ ഇസ്ലാം ഭീതി സൃഷ്ടിച്ച്, ഇസ്ലാം പേടി സൃഷ്ടിച്ച്, ഇസ്ലാമോഫോബിയ സൃഷ്ടിച്ച് ആളുകൾക്കിടയിൽ ഭീതിയും പ്രയാസവും ഉണ്ടാക്കി ഇസ്ലാമിനെ അകറ്റാനാണ് തൽപര കക്ഷികൾ ലക്ഷ്യമിടുന്നത്. ഇത് മാർച്ച് മാസമാണ്. മാർച്ച് 15 അതേ ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിക്കുകയാണ്. അതേ മാർച്ച് 15 ലോക ഇസ്ലാമോഫോബിയ ദിനം. ഇസ്ലാം ഭീതിയും ഇസ്ലാം പേടിയും പരത്തുന്നതിനെതിരെ ലോകത്തിന് ശക്തമായ ബോധവൽക്കരണം നടത്തുകയാണ് ഐക്യരാഷ്ട്രസഭ. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്, പേടിക്കേണ്ട മതമല്ല, അതേ ഭീതിപ്പെടുത്തുന്ന മതമല്ല, ഭീകരതയുടെ മതമല്ല എന്ന് ഐക്യരാഷ്ട്രസഭയ്ക്ക് തിരിച്ചറിവുണ്ടാവുകയും ആ രംഗത്തുള്ള ശക്തമായ ബോധവൽക്കരണത്തിന് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് സഹോദരങ്ങളെ നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹു അക്ബർ എന്നുള്ള പ്രഖ്യാപനത്തിലൂടെ സകലവിധ വംശീയതയുടെയും, സകലവിധ വർഗീയതയുടെയും, സകലവിധ സങ്കുചിത ചിന്തകളുടെയും അടിവേരുകൾ പിഴുതെറിയുകയാണ് നമ്മൾ ഏകോദര സഹോദരങ്ങളാണ്. കുല്ലുക്കും മിൻ ആദം ആദം മിൻ തുറാബ്. സകല മനുഷ്യരും ആദിപിതാവായ ആദമിൽ നിന്നാണ്. ആദമാകട്ടെ മണ്ണിൽ നിന്ന് എന്ന ആശയത്തെ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കുന്ന ഇസ്ലാം മാനവ സാഹോദര്യത്തിന്റെ മഹിതമായ ദർശനമാണ്. വംശീയതയുടെ, വർഗീയതയുടെ, സ്വജനപക്ഷപാതിത്വത്തിന്റെ, സ്വാർത്ഥതയുടെ, സങ്കുചിത ചിന്തയുടെ അടിവേരുകൾ പിടിതെറിഞ്ഞ് ഐക്യത്തിന്റെ, സാഹോദര്യത്തിന്റെ, മാനവികതയുടെ വഴിയും വെളിച്ചമും ലോകത്തിന് പകർന്നു നൽകുന്ന അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ തനിമയും വിശുദ്ധിയും മാർഗവും വഴി വെളിച്ചവും ഹൃദയത്തോട് ചേർത്തു വെക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ റോഹിംഗ്യ ആവർത്തിക്കപ്പെടില്ല. ഫലസ്തീൻ ഇന്നും ആ ദുരന്തം അവിടെ തുടരില്ല. ഗുജറാത്ത് നമ്മുടെ ചരിത്രത്തിൽ ചർച്ചയാവില്ല. സകലവിധ വംശീയ വർഗീയ ചിന്തകളെ വേരോടെ പിഴുതെറിഞ്ഞ് സമാധാനത്തിന്റെ, സാഹോദര്യത്തിന്റെ സുന്ദരമായ സന്ദേശങ്ങളെ ജനഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇന്ന് എന്താണ് ലോകത്ത് നടക്കുന്നത്? അതെ, ഒരു പരമാധികാര രാഷ്ട്രത്തിനെതിരെ അതിക്രമങ്ങൾ നടത്തുന്നു, അവിടെയുള്ള ഭരണാധികാരിയെ തട്ടിക്കൊണ്ടുപോകുന്നു, ആ മറ്റൊരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയെ ബോംബിട്ട് കൊല്ലുന്നു. ഇതെല്ലാം ആവർത്തിക്കപ്പെടുകയാണ്. ഒരു പരമാധികാര രാഷ്ട്രത്തിനെതിരെ മറ്റൊരു പരമാധികാര രാഷ്ട്രം നടത്തുന്ന ഇത്തരം ഏത് നടപടിക്രമങ്ങളും ഒരിക്കലും നീതീകരിക്കാനാവില്ല, ന്യായീകരിക്കാനാവില്ല. ഇന്ന് ഇറാനിനെതിരെ അമേരിക്കയും ഇസ്രായേലും ചെയ്ത ഈ പരമാധികാര രാഷ്ട്രത്തിനെതിരെയുള്ള അതിക്രമ നടപടിക്രമങ്ങളെ ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല.
അതേസമയം തങ്ങൾ അമേരിക്കൻ നേവൽ ബേസുകളാണ് ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞ് സൗദിയിലും ഖത്തറിലും അതേപോലെ തന്നെ കുവൈത്തിലും എന്ന് തുടങ്ങി ബഹ്റൈനിലും ഇതുപോലെ ജനനിബിഡമായ ഇടങ്ങളിൽ വരെ ബോംബുകളിട്ട് ജനങ്ങൾക്കിടയിൽ ഭീതിയും പ്രയാസവും സൃഷ്ടിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഇറാനിയൻ നിലപാടുകളെയും നമുക്ക് യോജിക്കാൻ കഴിയില്ല. എന്ന ഇറാനിയൻ കാഴ്ചപ്പാടിനോട് നമുക്ക് യോജിപ്പില്ല. ഞങ്ങൾ നശിച്ചാൽ നിങ്ങളും ഒടുങ്ങും, ഞങ്ങൾ തകർന്നാൽ നിങ്ങളും തകരട്ടെ. അത് ശരിയായ നിലപാടും സമീപനവുമല്ല. അതുകൊണ്ട് യുദ്ധം പരിഹാരമല്ല. യുദ്ധത്തിന്റെ കെടുതികൾ, അതിനുവേണ്ടി ചെലവഴിക്കപ്പെട്ട പണമുണ്ടെങ്കിൽ ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യർക്ക്, മക്കൾക്ക്, ചെറിയ കുട്ടികൾക്ക് ഒരു നേരത്തെ അന്നം നൽകാൻ കഴിയുമായിരുന്നു എന്നാണ് ആ രംഗത്തെ വിചക്ഷകന്മാർ അടിവരയിടുന്ന വർത്തമാനം. അതെ, എന്തിലും ഏതിലും തങ്ങൾക്ക് ആധിപത്യം വേണമെന്ന ദുഷ്ടലാക്കാണ് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങൾക്കുമെതിരെ, പരമാധികാര രാഷ്ട്രങ്ങൾക്കെതിരെയുള്ള ഇത്തരം കടന്നുകയറ്റങ്ങൾക്ക്, സാമ്രാജ്യത്വ ശക്തികൾക്ക് പ്രചോദനമാകുന്നത്. പെട്രോ ഡോളർ തങ്ങളുടെ ആധിപത്യത്തിലാകണം. എന്തിനേറെ എല്ലാ അർത്ഥത്തിലും ലോകത്തിന്റെ സാമ്പത്തിക ചരട് തങ്ങളുടെ കയ്യിലാകണം, തങ്ങളുടെ കാൽക്കീഴിലാകണം ലോകമെന്നുള്ള ദുഷ്ടലാക്കുകൾ കൊണ്ടാണ് ഇന്ന് ലോകം അനുഭവിക്കുന്ന ഇത്തരം ദുരന്തങ്ങളിലൂടെ ലോകം കടന്നു പോകുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വിശുദ്ധ ഖുർആനിന്റെ മഹിതമായ ആശയത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എല്ലാ അർത്ഥത്തിലും സമാധാനകാംക്ഷികളായി, സമാധാനത്തിന്റെ പ്രചാരകരായി ജ്വലിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. ഞാൻ ചുരുക്കുകയാണ്. അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനത്തിലൂടെ കുടുംബ ബന്ധങ്ങളെ ഞാൻ കാത്തു സൂക്ഷിക്കുമെന്ന പ്രഖ്യാപനമാണ്. നിസാര കാരണങ്ങളുടെ പേരിൽ ദാമ്പത്യ ബന്ധങ്ങൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അവിഹിത ബന്ധങ്ങൾ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ, ലിവിങ് ടുഗദർ എന്ന് പേര് പറഞ്ഞ് തോന്നിവാസങ്ങൾ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ ഇല്ല, എല്ലാ അർത്ഥത്തിലും ദാമ്പത്യ ബന്ധത്തിന്റെ പവിത്രതയെ വെല്ലുവിളിക്കുന്ന ഒരു നടപടിക്രമവും ഞാൻ ചെയ്യില്ല. കാരണം എൻ്റെ റബ്ബ് അല്ലാഹുവാണ്. അവന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ഞാനൊന്നും ചെയ്യില്ല. കുടുംബ ഭദ്രതയെ കാത്തു സൂക്ഷിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്ന പ്രഖ്യാപനമാണ് അല്ലാഹു അക്ബറിലൂടെ നമ്മൾ ആവർത്തിക്കുന്നത്. അയൽപക്ക ബന്ധങ്ങളെ കൂട്ടിയിണക്കാനും ഞാൻ ഒരുക്കമാണ് റബ്ബേ. കാരണം നമ്മുടെ റബ്ബ് അല്ലാഹുവാണ്. അയൽവാസി ആരുമാകട്ടെ, ജൂതനോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിം അല്ലാത്തവനോ മുസ്ലിമോ മതമുള്ളവനോ മതമില്ലാത്തവനോ ആകട്ടെ, അല്ല, ലാ യദ്ഖുലുൽ ജന്നത മൻ ലാ യഅ്മനു ജാറഹു ബവായിഖ. എൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള ഉപദ്രവത്തിൽ നിന്ന് നമ്മുടെ അയൽക്കാർ എന്ന് നിർഭയരാകുന്നുവോ അന്നേ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ എന്ന് പഠിപ്പിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാരോപദേശത്തെ മുറുകെ പിടിക്കുന്ന നമുക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അയൽപക്ക ബന്ധങ്ങളെ പിച്ചു ചീന്താനാവുക? എങ്ങനെയാണ് സാമുദായിക സംഘർഷങ്ങൾക്ക് തിരികൊളുത്താനാവുക? എങ്ങനെയാണ് വർഗീയ കലാപങ്ങൾക്ക് ആഹ്വാനം നൽകാനാവുക? എങ്ങനെയാണ് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയുക? ഒരിക്കലുമില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലേക്ക് തിരിച്ചു വരിക, അള്ളാഹുവിന്റെ ഹുദയിലേക്ക് തിരിച്ചു വരിക. കേരളം ഏറ്റവും നല്ല സ്റ്റോറി പറയുന്ന മണ്ണാണ്. എല്ലാ അർത്ഥത്തിലും നന്മയുടെ, സാഹോദര്യത്തിന്റെ, മതനിരപേക്ഷതയുടെ റിയൽ സ്റ്റോറി പറയുന്ന മണ്ണാണ് ഈ മലയാളത്തിന്റെ മണ്ണ്. ഒന്ന് ട്രെയിനിൽ യാത്ര ചെയ്യൂ നിങ്ങൾ, ഒന്ന് ബസ്സിൽ യാത്ര ചെയ്യൂ നിങ്ങൾ. ബസ്സിൽ തളർന്ന് കിടക്കുന്ന, തൊപ്പി അണിഞ്ഞ ഒരു മകനെ തന്റെ മടിയിലേക്ക് ചേർത്തു വെക്കുന്ന, കുങ്കുമം ചാർത്തിയ, ചന്ദനക്കുറി ചാർത്തിയ അമ്മയെ നമുക്ക് കണ്ണുകൊണ്ട് കാണാം. അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റു ചില ചിത്രങ്ങൾ, തൻ്റെ നെറ്റിയിൽ കുങ്കുമവും ചന്ദനക്കുറിയും ചാർത്തിയ മകനെ, മകളെ പർദ്ദയിട്ട ഉമ്മ തൻ്റെ മടിയിലേക്ക് ചേർത്തു വെക്കുന്ന രംഗങ്ങളും നമുക്ക് കാണാം. ഇത്തരം കാഴ്ചകൾ ഈ മണ്ണിലല്ലാതെ വേറെ എവിടെയാണ് കാണാൻ കഴിയുക? ഈ മണ്ണിനെ സാമുദായിക സംഘർഷങ്ങളുടെ വർഗീയ വിളഭൂമിയാക്കുവാനുള്ള തൽപര കക്ഷികളുടെ കുതന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ വേരോടെ പിഴുതെറിഞ്ഞ് മലയാള മണ്ണിന്റെ സാഹോദര്യത്തെയും മലയാള മണ്ണിന്റെ സൗഹൃദത്തെയും മലയാള മണ്ണിന്റെ മതനിരപേക്ഷ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം. ഈദ് അതിനുള്ള ദിവസമാണ്. ഹൃദയം തുറന്ന് ചേർത്ത് പിടിക്കേണ്ട സമയമാണ്. പകയും വിദ്വേഷവും മാറ്റിവെച്ച് നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട നിമിഷങ്ങളാണ്. എങ്ങിട്ടാണ് ഈ പോണത്? ഈ പകയും വിദ്വേഷവും ഏതുവരെ കൊണ്ടുപോകും? ഖബറിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ദുരന്തമായിരിക്കും അവിടെ ഫലം. പരലോകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? മഹാദുരന്തമായിരിക്കും അവിടെ. അതുകൊണ്ട് ഇവിടെ തീർക്കണമത് ഈ
നിമിഷം തീർക്കണമെന്നത് ഈദിന്റെ ദിനത്തിൽ തീർക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാ പിന്നെ ഒരു മാസം നോമ്പെടുത്തത്? എന്തിനാണ് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത്? നിർത്തിക്കൂടെ ഈ നോമ്പ് നോക്കുന്ന പരിപാടി? നിർത്തിക്കൂടെ ഈ പെരുന്നാൾ ആഘോഷിക്കുന്ന പരിപാടി? ഇല്ല. ഹൃദയങ്ങളോട് ഹൃദയം ചേർത്ത് വെക്കാൻ ഇനിയും നമുക്ക് അവസരം അല്ലാഹു തന്നു വളരണമെന്നില്ല. ഒരു സെക്കൻഡിൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ ജീവിതമെന്ന് ഓരോരുത്തരും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് നല്ലതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇലക്ഷൻ വരികയാണ്. ആര് ജയിക്കും ആര് തോക്കും എന്ന വിഷയങ്ങളെല്ലാം നടക്കുമ്പോൾ ഈ മണ്ണിൽ ജയിക്കേണ്ടത് ആരാകണം? ഇന്ത്യയുടെ ഭരണഘടനയെ മുറുകെ പിടിക്കുന്ന, അതിനെ മാനിക്കുന്ന, അതിനെ ആദരിക്കുന്ന, ഇന്ത്യ മഹാരാജ്യത്തിന്റെ മതനിരപേക്ഷ ചരിത്രത്തെ ഊട്ടിയുറപ്പിക്കുന്ന, വർഗീയതയുടെയും സാമുദായിക സംഘർഷങ്ങളുടെയും വേരുകൾ പിഴുതെറിഞ്ഞ് നമ്മളൊന്നാണ്, നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ്, നമ്മൾ ഭാരതീയരാണ്, ഏകോദര സഹോദരങ്ങളാണ് എന്ന ആശയത്തെയും ആദർശത്തെയും മുറുകെ പിടിക്കുന്നവരെക്കാകണം നമ്മുടെ വോട്ട്. കാരണം ഇത് ഭരണഘടനയുടെ നിലനിൽപ്പാണ്, രാഷ്ട്രത്തിന്റെ നിലനിൽപ്പാണ്, സമുദായത്തിന്റെ സമൂഹത്തിന്റെ സ്നേഹത്തിന്റെ ബന്ധങ്ങളുടെ നിലനിൽപ്പാണ്. നമ്മുടെ മക്കൾക്ക് ഈ മണ്ണിൽ നിർഭയരായി മണ്ണിൽ തത്തിക്കളിച്ച് നടക്കണമെങ്കിൽ ഭരണഘടന നിലനിന്നേ മതിയാവൂ, ഈ ഐക്യം നിലനിന്നേ മതിയാവൂ. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖും ജൈനനും ബൗദ്ധനും പാഴ്സിയും എന്നും തുടങ്ങി തോളോട് തോൾ ചേർന്ന് നിന്നേ മതിയാവൂ. ആദർശ വിയോജിപ്പുകൾ ഉണ്ടാവാം, കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം, പക്ഷേ അത് പരസ്പരം വാളെടുക്കാൻ നിമിത്തമാകരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുന്നോട്ട് പോവാം. നമ്മുടെ കുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ലഹരിയുടെ എല്ലാ അർത്ഥത്തിലും അടിമത്തത്തിൽ നമ്മുടെ കുട്ടികൾ പെട്ടുപോകരുത്. ലഹരിയെ, MDMA, സകല ലഹരി വസ്തുക്കളെയും നമുക്ക് വലിച്ചെറിയാം. കാരണം കുല്ലുക്കും മുസ്കർ, അതെ, എല്ലാ അർത്ഥത്തിലുമുള്ളതും ലഹരിയാണ് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനത്തെ ഗൗരവത്തിൽ ഓർക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഈ പെരുന്നാൾ സമർപ്പണത്തിന്റെ ദിവസമാണ്, സഹവർത്തിത്വത്തിന്റെ ദിവസമാണ്, സാഹോദര്യത്തിന്റെ ദിവസമാണ്, പകയും വിദ്വേഷവും അടച്ചു പൂട്ടാനുള്ള ദിവസമാണ്, പരസ്പരമുള്ള സ്നേഹബന്ധങ്ങളെ ഊഷ്മളമാക്കാനുള്ള ദിവസമാണ്. ഹൃദയം തുറന്ന് മനസ്സു തുറന്ന് പെരുന്നാൾ ആഘോഷിക്കാൻ നമുക്ക് കഴിയണം. ഈ പെരുന്നാൾ ഇന്ന് കഴിഞ്ഞാൽ നാളെ തുടങ്ങുന്ന ദിവസം മുതൽ 6 നോമ്പുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. കാലം മുഴുവൻ നോമ്പെടുത്തതിന്റെ പുണ്യം നമുക്ക് നേടിയെടുക്കാനുള്ള സൗഭാഗ്യമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. ഈ പെരുന്നാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള സമയമാണ്. ഈദ് ഹുത്ബ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാലിനെയും കൂട്ടി സഹോദരിമാർക്കിടയിലൂടെ നടന്നു. ബിലാൽ തന്റെ മടിശീൽ അങ്ങനെ വിരിച്ചു പിടിച്ചു. അതിലേക്ക് സഹാബ വനിതകൾ അവരുടെ നാണയത്തുട്ടുകളും ആഭരണങ്ങൾ വരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തു. നിങ്ങൾ നോക്കി, എന്താണ് സഹാബത്ത്, എന്താണ് സഹാബികൾ? അല്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യേണ്ടത് പുരുഷന്മാർ മാത്രമല്ല, സഹോദരികൾ കൂടിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ പെരുന്നാൾ സ്വതക്കയുടെ ദിവസമാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള ദിവസമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന, അള്ളാഹുവിന്റെ ആദർശത്തെ പരിചയപ്പെടുത്തുന്ന, വിശുദ്ധ ഖുർആനിന്റെ സന്ദേശത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി, ആ വലിയ മഹത്തായ നന്മക്ക് വേണ്ടിയുള്ള ഇന്നത്തെ ഈദ് സ്വതക്ക അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ, എല്ലാ അർത്ഥത്തിലും നോമ്പുകാരനുള്ള 2 സന്തോഷത്തിന്റെ ഒന്നാമത്തെ സന്തോഷം ഇന്നലെ വരെ ഞങ്ങൾ അനുഭവിച്ച് ആസ്വദിച്ചതാണ്. 2ാമത്തെ സന്തോഷം റഹ്മാനായ റബ്ബേ, നിന്നെ കാണുമ്പോഴുള്ള സന്തോഷമാണല്ലോ, നിന്നെ കാണുമ്പോഴുള്ള സന്തോഷമാണല്ലോ. ഈ സന്തോഷ വർത്തമാനം കേട്ടപ്പോ ഞങ്ങളുടെ പൂർവ്വസൂരികളായ സഹാബത്തിന്റെ കണ്ണുകൾ നിറഞ്ഞല്ലോ. അള്ളാഹുവിനെ കാണും, അള്ളാഹുവിനെ കാണാൻ കഴിയുമെന്നുള്ള വല്ലാത്ത സന്തോഷ വർത്തമാനം കേട്ടപ്പോ അവരുടെ ഹൃദയവും കണ്ണും സന്തോഷ പുളകിതമായല്ലോ. ഞങ്ങൾക്കും നീ അവസരം നൽകണേ റഹ്മാനെ, ഞങ്ങളുടെ റഹ്മാനെ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ റഹീമേ, ഞങ്ങളുടെ ഗഫൂറേ, നിന്നെ കാണാനുള്ള സൗഭാഗ്യം നൽകുന്ന, എല്ലാ അർത്ഥത്തിലും സൗഭാഗ്യം നൽകി നോമ്പുകാരായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളിൽ വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ, ആശ്വാസം നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ട ആളുകൾക്ക് നീ മഗ്ഫിറത്തും മുർഹമത്തും പ്രദാനം ചെയ്യണേ റബ്ബേ. അങ്ങകലെ ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ അമ്നും സലാമത്തും നൽകണേ റഹ്മാനെ. അങ്ങകലെ മിഡിൽ ഈസ്റ്റിൽ യുദ്ധഭീതിതമായ ഈ സാഹചര്യത്തിൽ അവിടെയുള്ളവർക്ക് നീ അമ്നും സലാമത്തും പ്രദാനം ചെയ്യുമാറാകണമേ. എല്ലാ അർത്ഥത്തിലും ലോക സമാധാനത്തെ നശിപ്പിക്കുന്ന സാമ്രാജ്യത്വ കുത്തകകളെ നീ കൂച്ചുവിലങ്ങിടണേ നാഥ, അവർക്ക് നീ കടിഞ്ഞാണിടണേ നാഥ, അവരുടെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തണേ നാഥ. ലോകത്ത് നീ സമാധാനം നിലനിർത്തണേ റഹ്മാനെ. അർഹമുർ റഹീമിനായ റബ്ബേ,
ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ നാഥ. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ ഇണകൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും ഞങ്ങളുടെ പേരമക്കൾക്കും നീ സ്വർഗം സമ്മാനമായി നൽകണേ റഹ്മാനെ. അവസാന ശ്വാസം നിലക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾക്ക് ശേഷം വളരുന്ന ഞങ്ങളുടെ മക്കളെ നീ തൗഹീദിന്റെ വഴിയിൽ വളർത്തണേ, നീ നന്മയുടെ വഴിയിൽ വളർത്തണേ, സുന്നത്തിന്റെ വഴിയിൽ വളർത്തണേ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل دعاءنا وقيامنا وصيامنا وصلاتنا وتلاوتنا وكل أعمالنا يا رب العالمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.